Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 4 സെമസ്റ്റർ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് 5 സബ്ജക്ട്സിന്റെയും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവണെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ്, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ SAക്ക് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ, ഞാൻ ഇതിനേക്കാൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, 4 SAയിൽ 3 SA ബാങ്കിങ്ങിൽ നിന്നും ഒരൊറ്റ SA ഇൻഷുറൻസിൽ നിന്നാണ് വരാറ്. സോ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന പല ചോദ്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും കണ്ടുവരാറ്. അതിൽ ആദ്യം എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. റോൾ ഓഫ് banks in the economic growth of a country. ഓക്കെ, നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ചോദ്യത്തിലോട്ട് നെക്സ്റ്റ് കിടക്കാം. മിക്ക പേപ്പറിലും നമുക്കറിയാം RBIയുടെ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം വരാറുണ്ട്. സോ നെക്സ്റ്റ് നിർബന്ധമായും പഠിക്കണം. ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ടേക്കൺ ബൈ RBI. എന്തൊക്കെ മെഷേഴ്സ് ആണ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അങ്ങനെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ ബൈ RBI, അങ്ങനെയും എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. രണ്ടും കാര്യങ്ങളൊക്കെ തന്നെ, ബട്ട് ഈ രീതിയിലും എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ അതുകൂടി മെൻഷൻ ചെയ്തിട്ട് പോവാം. ഇങ്ങനെ എടുത്തിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് methods of credit control by RBI. അപ്പോൾ RBI നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി നെക്സ്റ്റ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കൊമേഴ്ഷ്യൽ ബാങ്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്, ഫങ്ഷൻസ് പെർഫോംഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക് വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നിർബന്ധമായും പഠിക്കുക. ഫങ്ഷൻസ് പെർഫോംഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നിർബന്ധമായും പഠിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ്, ഇതിനായിട്ട് മുമ്പുള്ള പേപ്പറുകളിൽ വന്നിട്ടുള്ള ഒന്ന് തന്നെയാണ്, സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സിനെ പറ്റിയിട്ട്. അതിൽ ചിലപ്പോൾ മൈനർ ലുനാറ്റിക് പേഴ്സണാലിറ്റീസ് അവരെ എടുത്ത് ചോദിക്കാറുണ്ട്. സോ എക്സ്പ്ലെയിൻ ദ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് customers in a bank. അതിൽ ഞാൻ പറഞ്ഞു, ചില സമയത്ത് മൈനർ ലുനാറ്റിക്സ് അവരൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. മൈനർ അതുപോലെ തന്നെ ലുനാറ്റിക്സ് അവരുടെയൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സിനെ പറ്റിയിട്ട് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന
ഒരു ചോദ്യം എന്ന് പറയുന്നത് കോർ ബാങ്കിങ്ങിനെ പറ്റിയിട്ടാണ്. ചില സമയത്ത് അത് 5 മാർക്കിൻ്റെയിലും വരാറുണ്ട് കോർ ബാങ്കിങ്ങിനെ പറ്റിയിട്ടുള്ള ചോദ്യം. അപ്പം എന്താണ് കോർ ബാങ്കിങ്? കോർ ബാങ്കിങ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം ബാങ്കിങ്ങിൻ്റെ ഏരിയയിൽ നിന്ന് വാരിയസ് ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ് എന്തൊക്കെയാണ്? വാരിയസ് ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്, ബാങ്ക് അക്കൗണ്ട്സ്. അതുപോലെ തന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഓൾസോ എക്സ്പ്ലെയിൻ ദി സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ടു ബി ഫോളോഡ് ഫോർ ഓപ്പണിംഗ് എ ബാങ്ക് അക്കൗണ്ട്. അത് ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഈസി ചോദ്യമാണ്. വാരിയസ് ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്. അതുപോലെ തന്നെ ഓൾസോ എക്സ്പ്ലെയിൻ the steps അല്ലെങ്കിൽ procedures, steps to be followed for opening a bank account. ഓക്കെ, നോക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇൻഷുറൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 ചോദ്യങ്ങളിലോട്ട് കിടക്കാം. സോ ഇതിൽ നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ഇൻഷുറൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഡിഫൈൻ ഇൻഷുറൻസ്. ഈ 2 ചോദ്യങ്ങൾ തന്നെയാണ് നമുക്കുള്ള എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് പോയിന്റ് ഔട്ട് ദി സിഗ്നിഫിക്കൻസ്, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഷുറൻസ്, ദ സിഗ്നിഫിക്കൻസ്, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഷുറൻസ്. ഓക്കെ, നിർബന്ധമായും പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ആൻഡ് ഫൈനലി നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യത്തിലൂടെ കിടക്കുകയാണ്. ഇതും കൂടി ആണ് സജഷനായിട്ട് നൽകാനുള്ളത്. ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് LIC and GIC. സോ ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന SI ചോദ്യങ്ങൾ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൽ നിന്ന്. 3 ചോദ്യങ്ങൾ വരുന്നത് ഞാൻ പറഞ്ഞു ബാങ്കിങ്ങിൽ നിന്നാണ്, ഒരൊറ്റ ചോദ്യമാണ് ഇൻഷുറൻസിൽ നിന്ന് വരുന്നത്. അപ്പോൾ ആദ്യം പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് റോൾ ഓഫ് ബാങ്ക്സ് ഇൻ ദി ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി. അതുപോലെ തന്നെ RBIയുടെ മെഷേഴ്സ് എന്തൊക്കെയാണ്, പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ്, സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് നോക്കാട്ടോ, RBIയുടെ നോക്കേണ്ടത് തന്നെയാണ്. പിന്നെ എക്സ്പ്ലെയിൻ ദി സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഇൻ എ ബാങ്ക്. മൈനേഴ്സ്, ലുനാറ്റിക്സിനൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. കോർ ബാങ്കിങ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്. പിന്നെ വാരിയസ് ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്. ഓൾസോ എക്സ്പ്ലെയിൻ ദി സ്റ്റെപ്സ് ടു ബി ഫോളോഡ് ഫോർ ഓപ്പണിംഗ് എ ബാങ്ക് അക്കൗണ്ട്. പിന്നെ ഇൻഷുറൻസ് എന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഒബ്ജക്റ്റീവ്സ്, റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് LIC ആൻഡ് GIC. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് 4 ചോദ്യങ്ങൾ, 2 എഴുതണ്ടോ കിട്ടിയിരിക്കും. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇതാണ്. ആൻഡ് ഫൈനലി ഇത്. ഓക്കെ, സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെയും പാർട്ട് എയിലുള്ള 2 മാർക്സിൻ്റെയും ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. This is Kiran CS signing off. Have a nice day. Thank you.